നിക്ഷേപങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ സംസ്ഥാനമായി കേരളം മാറിയിരിക്കുകയാണെന്നും രാജ്യത്തിന്റെ വ്യാവസായിക പുരോഗതിക്ക് നിർണായക സംഭാവനകൾ നൽകാൻ കേരളത്തിന് കഴിയുമെന്നും തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി കേരളത്തിലെ ഫാക്ടറി തൊഴിലാളികളുടെ തൊഴിൽ സുരക്ഷയും ആരോഗ്യവും ഉറപ്പാക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച വിഷൻ 2031 പദ്ധതിയുടെ ഭാഗമായുള്ള മൂന്നാമത് രാജ്യാന്തര കോൺക്ലേവ് സുരക്ഷിതം 3.0 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺക്ലേവിന്റെ ഭാഗമായി ഇന്ത്യയിലെ ആദ്യത്തെ റിമോട്ട് സെൻസിംഗ് എനേബിൾഡ് കെമിക്കൽ എമർജൻസി റെസ്പോൺസ് എന്ന ഗവേഷണ പദ്ധതിയുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. കേരളത്തിലെ ഫാക്ടറി തൊഴിലാളികളുടെ തൊഴിൽ സുരക്ഷയും ആരോഗ്യവും ഉറപ്പാക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച വിഷൻ 2031 പദ്ധതിയുടെ ഭാഗമായി കാക്കനാട് കിൻഫ്ര കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച മൂന്നാമത് രാജ്യാന്തര കോൺക്ലേവ് സുരക്ഷിതം 3.0 തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ വിഷൻ 2031 ഭാഗമായി അന്താരാഷ്ട്ര തലത്തിലുള്ള വിദഗ്ധരുമായി നമ്മുടെ നാട്ടിലെ പ്രൊഫഷണലുകൾക്ക് അറിവും അനുഭവ പരിചയവും പങ്കുവയ്ക്കുവാൻ അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ നിരവധി വൈജ്ഞാനിക കോൺക്ലേവുകൾ നാം സംഘടിപ്പിച്ച് വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പ് ഈ സുപ്രധാനമായ അന്താരാഷ്ട്ര കോൺക്ലേവ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ കോൺക്ലേവിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം 2031 കേരളത്തിലെ ഫാക്ടറികളിൽ തൊഴിൽ അപകടങ്ങൾ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നതാണ്. വിഷൻ 0 എന്ന മഹത്തായ ലക്ഷ്യത്തിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് സുരക്ഷിതം 3.0. നിക്ഷേപങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ സംസ്ഥാനമായി കേരളം മാറിയിരിക്കുകയാണെന്നും രാജ്യത്തിന്റെ വ്യാവസായിക പുരോഗതിക്ക് നിർണായക സംഭാവനകൾ നൽകാൻ കേരളത്തിന് കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. 2031 കേരളത്തിലെ ഫാക്ടറികളിൽ തൊഴിൽ അപകടങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നതാണ് കോൺക്ലേവിന്റെ പ്രധാന ലക്ഷ്യമെന്നും മന്ത്രി വ്യക്തമാക്കി. കോൺക്ലേവിന്റെ ഭാഗമായി ഇന്ത്യയിലെ ആദ്യത്തെ റിമോട്ട് സെൻസിംഗ് എനേബിൾഡ് കെമിക്കൽ എമർജൻസി റെസ്പോൺസ് എന്ന ഗവേഷണ പദ്ധതിയും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഫാക്ടറികളിൽ നിന്നുള്ള വിഷവാതക ചോർച്ചയുടെ സാധ്യതകളെ മുൻകൂട്ടി തിരിച്ചറിഞ്ഞ പ്രദേശവാസികളെ അറിയിക്കുന്ന സംവിധാനമാണ് റോസേഴ്സ് പദ്ധതി. തൊഴിൽ സുരക്ഷ, ആരോഗ്യ മേഖലകളിൽ ജർമ്മനി, സ്വിറ്റ്സർലൻഡ്, നോർവേ, ഡെൻമാർക്ക്, ഫ്രാൻസ്, ഓസ്ട്രേലിയ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധരും IIT റൂർക്കി, IIT ഖരഗ്പൂർ തുടങ്ങിയ പ്രമുഖ സ്ഥാപനങ്ങളിൽ നിന്നുള്ള പ്രൊഫസർമാരും സെഷനുകൾ നയിച്ചു. ഇൻഡസ്ട്രിയൽ കെമിക്കൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, കൺസ്ട്രക്ഷൻ സേഫ്റ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് ഇൻ സേഫ്റ്റി, ഒക്യുപേഷണൽ ഹെൽത്ത് തുടങ്ങിയ വിഷയങ്ങളിലായി പ്രഭാഷണങ്ങൾ നടന്നു. ഫാക്ടറി സുരക്ഷയുമായി ബന്ധപ്പെട്ട സുരക്ഷാ ഉപകരണങ്ങളും അഗ്നിശമന സംവിധാനങ്ങളും പ്രദർശിപ്പിച്ച 17 സ്റ്റാളുകളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപകരണങ്ങൾ പ്രദർശിപ്പിച്ച 3 സ്റ്റാളുകളും ഒരുക്കിയിരുന്നു. വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷ് അധ്യക്ഷത വഹിച്ചു. തൊഴിൽ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി S ഷാനവാസ്, തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി പിള്ള, ജില്ലാ ചെയർമാൻ KN ഗോപിനാഥ്, വാർഡ് കൌൺസിലർ MO വർഗീസ്, ജർമ്മൻ ISSA പ്രസിഡന്റ് കാർൽ ഹെയ്ൻസ് നോട്ടൽ, ISRO റീജിയണൽ സെന്റർ ജനറൽ മാനേജർ SK ശ്രീവാസ്തവ്, ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ ആറ്റോമിക് റിസർച്ച് ഡയറക്ടർ V ജയരാമൻ, കൊച്ചിൻ ഷിപ്പ്യാർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഹരികൃഷ്ണൻ, BPCL റിഫൈനറി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശങ്കർ, ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പ് ഡയറക്ടർ P പ്രമോദ് എന്നിവർ പങ്കെടുത്തു. ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പ്, ജർമ്മൻ സോഷ്യൽ ആക്സിഡന്റ് ഇൻഷുറൻസ് ഏജൻസി, ഇൻഡോ ജർമ്മൻ കോർപ്പറേഷൻ ഫോർ സേഫ്റ്റി, ഹെൽത്ത് ആൻഡ് വെൽബീയിങ്, നാഷണൽ സേഫ്റ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, എറണാകുളം. ഫുഡിന്റെ കാര്യത്തിൽ സോൾട്ട് ഒരു സ്വർഗം തന്നെയാണ്. 300-ൽ പരം കൊതിയൂറും വിഭവങ്ങൾ. The Salt Restaurant, തോപ്പുംപടി, പനംപിള്ളി നഗർ ആൻഡ് കാക്കനാട്.